സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്ന രാത്രി ഫുള്ള് കോഴിയും. ഇത് അർത്ഥതോ ചത്തതോ എന്നുള്ള ഒന്നും വിഷയമല്ല. അപ്പൊ റമദാനിൽ എന്നല്ല, നമ്മൾ പെണ്ണുങ്ങളൊക്കെ എത്ര പാവപ്പെട്ട പെണ്ണുങ്ങൾ, അവർക്ക് റമദാനിൽ കിച്ചണിൽ ജോലി ചെയ്താൽ കൂലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എത്രയേ സമയം കിച്ചണിൽ ചെലവാക്കുന്ന. ഉച്ചക്ക് തുടങ്ങും നോമ്പ് തുറക്കാനുള്ള കടികളും പൊരികളും ഉണ്ടാക്കാൻ. ഒരു 5 മണി മുതൽ അസറൊക്കെ കഴിഞ്ഞ് ഒരല്പം ഖുർആൻ ഓതിയിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറന്ന് ശീലിക്കണം. സലഫു സ്വാലിഹീങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവരെ ആ വീട്ടുകാർ കച്ചവടം ചെയ്തു വിറ്റു, വേറൊരു വീട്ടുകാർക്ക് വിറ്റു. വേറെ വീട്ടിൽ പോയിട്ട് ഇവര് പണിയെടുക്കുകയാണ്. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് റമദാന്റെ മുമ്പ് ആ വീട്ടുകാർ ഒരുങ്ങാണ്. അരിപ്പൊടി അടുപ്പിച്ചു വെക്കുന്നു, പൊടിപ്പിച്ചു വെക്കുന്നു, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കി വെക്കുന്നു. ആ പെണ്ണ് ചോദിച്ചു, മാതാ തസ്നഈൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ റമദാനിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ പെണ്ണ് പറയുന്നു, ഞാൻ ഇതിനു മുന്നൊരു വീട്ടിലായിരുന്നു, അവരൊരുങ്ങുന്നത് ഇങ്ങനെയല്ല, മനസ്സുകൊണ്ടുള്ള ഒരുക്കമാണ്. ഉമ്മമാരെ, മനസ്സുകൊണ്ട് റമദാനിന് ഒരുങ്ങണം. നല്ല വീട് തുടച്ചു വൃത്തിയാക്കണം, നനച്ചുകുളി നടത്തണം. അതില് മാത്രം റമദാന്റെ ഒരുക്കം പോരാ, ആരോടും പകയില്ലാതെ റമദാനിലേക്ക് കടക്കണം. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ. റമദാനിന്റെ മാസപ്പിറവി കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞതിന്റെ കാര്യമതാണ്. അപ്പോ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ മുന്നൊരുക്കം, ഇന്നു മുതൽ തന്നെ ഇനി നിസ്കാരം ഖളാ ആക്കൂല എന്നുള്ള തീരുമാനമുണ്ടാവണം. ഇന്ന് നിസ്കാരത്തിന്റെ വാർഷിക ദിനമാണല്ലോ. ഈ ദിവസം മുതൽ ഒരു കാരണവശാലും ഒരു നിസ്കാരവും എനിക്ക് ഖളാ ആകൂല എന്നുള്ള തീരുമാനമുണ്ടാകണം. അതുകൊണ്ടാണ് മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയവരായിരുന്നു. വലിയ പ്രാധാന്യം നിസ്കാരത്തിന് കൊടുക്കും. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കും, ബാക്കി പിന്നെ. ഇത് പിന്തിക്കുക ചെയ്യാം നമ്മൾ നിസ്കാരത്തെ. സമയമുണ്ട്. പെണ്ണുങ്ങൾക്കൊക്കെ അധികം ദുഹുറു അസുറു എന്നു ജമ്മ. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ വുദൂഉമ്മല് ദുഹുറു അസുറു നിർവഹിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. ഒരു വഖത്ത് അങ്ങോട്ട് പോയാൽ അതിന് ഖബറിൽ കിട്ടുന്ന കുറ്റവും ശിക്ഷയും എത്രയാണെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ കാര്യഗൗരവമായി അതിനെ കാണുന്നില്ല എന്നതാണ്. പോരട്ടോ, ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കുന്ന ഒരു പ്രവണതയുണ്ടാകണം. രണ്ടാമത്തേത്, ഫലാ തദ്ഖുൽ റമദാനൽ ജദീദ ഇല്ലാ വഖത് തുത്തമിൻ ദുനൂബ്. പാപങ്ങളിൽ നിന്ന് മോചനം തേടാതെ റമദാനിലേക്ക് നിങ്ങൾ കടക്കരുത്. നിങ്ങളെ കൽബ് പാപങ്ങളിൽ നിന്ന് ശുദ്ധമാക്കാതെ റമദാനിലേക്ക് നിങ്ങൾ കടക്കരുതെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. വഇയ്യാക അൻ തുസവ്വിഫു തൗബ. എല്ലാ രാത്രിയും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യണം. എത്രയെത്ര ആളുകളാണ് രാത്രി ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത്. നാളെ മുതൽ നന്നാവാന്ന് തീരുമാനിക്കണ്ട. നാളെ മുതൽ എന്ന് തീരുമാനിച്ചാൽ അത് എക്സ്ക്യൂസിനെ തേടലാണ്. നാളെ നന്നാവാം, നാളെ മുതൽ തുടങ്ങാമെന്ന് കരുതുന്നത് നന്നാവാനുള്ള തുടക്കമല്ല. പിന്നെന്താ തീരുമാനിക്കേണ്ടത്? ഫ്രം നൗ ഇറ്റ്സെൽഫ്, ഇപ്പോൾ മുതൽ എന്ന തീരുമാനമാണ് വേണ്ടത്. നാളെ മുതൽ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ഈ നിമിഷം മുതൽ ഞാനിതാ നന്നാവാനുള്ള പ്രതിജ്ഞ എടുക്കുന്നു. ഇയ്യാക അൻ തുസവ്വിഫു തൗബ. തൗബ പിന്തിപ്പിക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം.
ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ നമ്മൾ എഴുന്നേൽക്കുമെന്നതിന് എന്ത് ഗ്യാരണ്ടിയാണ് പറയാൻ കഴിയുക? എത്ര ആളുകളാണ് പ്രതീക്ഷകളുമായി കിടക്കപ്പായിലേക്ക് പോകുന്നവർ. രാത്രി ബെഡിൽ കിടന്നുറങ്ങിയതാണ്, രാവിലെ ഭാര്യ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, ഒരസുഖമില്ലാത്ത ആളാണ്. എന്റെ കുടുംബം, എന്റെ ബന്ധത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഭാര്യയുമായി അതാ അവർ ഒരുമിച്ചിരിക്കുന്ന കുടുംബവുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, വലിയ സന്തോഷത്തിലാണ്. പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടങ്ങ് മരണം വരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. യാതൊരു പ്രതീക്ഷകളുമില്ലാത്ത ഘട്ടത്തിലാണ് മരണം പിടികൂടുന്നത്. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. അതുകൊണ്ട് ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോ തൗബ ചെയ്യാതെ കിടന്നുറങ്ങരുതേ. റമദാന്റെ മുന്നോടിയായി തൗബ ചെയ്യാതെ നമ്മൾ റമദാനിലേക്ക് കടക്കരുത്. ഫലാ തദ്ഖുൽ റമദാനൽ ജദീദ ഇല്ലാ വഖദ് തുബ്ത മിനദ്ദുനൂബ്. കഴിഞ്ഞുപോയ പാപങ്ങളെ തൊട്ട് ശുദ്ധമായ ഹൃദയവുമായിട്ടാണ് റമദാനിലേക്ക് കടക്കേണ്ടത്. എന്നാൽ നമ്മുടെ റമദാൻ സമൃദ്ധമാണെന്ന് സലഫു സ്വാലിഹീങ്ങൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ തബ്ദ അയ്യ അമലിൻ ഇല്ലാ വഖദ് അസ്ലഹത നിയ്യതക. നല്ല നിയ്യത്തുണ്ടാകണം, പ്ലാനിങ്ങോട് കൂടെയാകണം റമദാനിലേക്ക് പോകേണ്ടത്. നല്ല പ്ലാനിങ്ങുകൾ വേണം. റമദാൻ വരട്ടെ എന്നിട്ട് അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചാൽ പോരാ. റമദാൻ ആയാൽ എന്റെ ജോലിയുടെ ക്രമീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. റമദാനിൽ സുബഹിന്റെ മുമ്പ് ഞാൻ എഴുന്നേൽക്കും. അത്താഴത്തിന്റെ മുമ്പ് തന്നെ, അത്താഴം കഴിച്ചിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു ഖത്മ, ഒരു ജുസ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞാ പിന്നെ പള്ളിയിൽ ജമാഅത്തായി പങ്കെടുക്കും. പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ജുസ് ഖുർആൻ ഓതും. എന്നിട്ടേ ഞാൻ ജോലിക്ക് പോവുകയുള്ളൂ. അങ്ങനെ ജോലിക്ക് കഴിഞ്ഞ് നേരത്തെ തന്നെ തിരിച്ചു വന്നിട്ട് ജമാഅത്തായി തന്നെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കും. ഒരു ദിവസം 5 ജുസ് എങ്കിലും ഖുർആൻ ഓതും. കൂടുതൽ സമയമൊന്നും വേണ്ട. ഒരു ജുസ് ഓതാൻ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മതി. 2.5 മണിക്കൂർ കണ്ടാൽ ഒരു 5 ജുസ് ഓതാൻ ഒരു പണിയുമില്ലല്ലോ. 5 ജുസ് ഓതിയാലോ നമുക്ക് 6 ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഓതാൻ കഴിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പരിശുദ്ധ റമദാനിൽ എത്ര ഖത്മ ഖുർആൻ തീർക്കാൻ പറ്റും? നേരത്തെ തന്നെ തീരുമാനമുണ്ടെങ്കിൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല. സ്വതക്ക കൊടുക്കാനുള്ള തീരുമാനം വേണം. ഈ മാസം തന്നെ നമ്മുടെ അധ്വാനത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ഇത് റമദാൻ മാസം സ്വതക്ക കൊടുക്കാനാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കണം. എന്നിട്ട് റമദാനിൽ സ്വതക്ക കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാൻ കാരണമാണ്. നല്ല നല്ല നിയ്യത്തുകൾ നമ്മൾ എങ്ങനെ എഴുതി